നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ടെലഗ്രാമിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ടെലഗ്രാം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, ടെലഗ്രാം എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ API അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് പുറത്ത് വേറുണ്ട്. അതായത് ടെലഗ്രാമിൻ്റെ പോലെ തന്നെ സംവിധാനങ്ങളെല്ലാം ടെലഗ്രാം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന, ടെലഗ്രാമിനേക്കാൾ ഫീച്ചേഴ്സ് കൂടിയതും കുറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ചധികം ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അതുള്ളതാണ് ഈ പ്ലസ് മെസ്സഞ്ചർ, ടെലഗ്രാം എക്സ്, BGram, ടെലഗ്രാഫ് അങ്ങനെ പോലുള്ളവ. അപ്പം അങ്ങനെ ഒരു 2-3 എക്സ്ട്രാ ടെലഗ്രാം ആപ്ലിക്കേഷനും ആ ഒരു ആപ്ലിക്കേഷനെല്ലാം നമ്മളുടെ വ്യത്യാസങ്ങളും പല ആപ്ലിക്കേഷനുമുള്ള കൂടുതൽ മെച്ചങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെറുതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ടെലഗ്രാം ഉപയോഗിക്കണോ അതോ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണോ, നിങ്ങളുടേതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 5 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് നമ്മുടെ ഒറിജിനൽ ടെലഗ്രാം തന്നെ, രണ്ടാമത്തേത് ടെലഗ്രാം എക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്, മൂന്നാമത്തേത് പ്ലസ് മെസ്സഞ്ചർ, നാലാമത്തേത് BGram, അഞ്ചാമത്തേത് ടെലഗ്രാഫ്. ഇങ്ങനെ 5 ആപ്ലിക്കേഷൻസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇനിയും ഉണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ എല്ലാവരും അറിയിക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഈ ഒരു 5 ആപ്ലിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുള്ളതും അതിൽ ചില ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അതായത് ഒരു വാട്സപ്പ് മോഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഇറക്കുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിൽക്കുന്നത്. ടെലഗ്രാമാണ് മെയിൻ. അപ്പോൾ നമ്മുടെ ഹാക്കേഴ്സ് അല്ലെങ്കിൽ മോഡർമാരൊക്കെ പറയുന്നതനുസരിച്ച് ടെലഗ്രാം മാത്രമാണ് സെക്യൂർ ആയിട്ടുള്ള ആപ്പ്. ബാക്കിയുള്ളതിലൊന്നും പ്രത്യേകിച്ച് സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഹാക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണെന്നാണ് അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ ടെലഗ്രാമാണ് ഏറ്റവും സെക്യൂർ, ബാക്കിയുള്ളതൊക്കെ സെക്യൂർ അല്ല എന്ന് തന്നെയാണ് ഒരു ഹാക്കർമാർ അല്ലെങ്കിൽ മോഡർമാരൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 5 ആപ്ലിക്കേഷൻസ് കാണുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, വളരെ കൂളായിട്ടുള്ള ഒരു ആപ്പാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വാട്സപ്പ് പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അതായത് സ്റ്റാറ്റസുകൾ, കോൾസ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒറ്റ പേജുള്ള അതിലാണ് ടെലഗ്രാമിൻ്റെ ചാനലുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും മെസ്സേജുകളും എല്ലാം ആ ഒരു ഫ്രണ്ട് ഒറ്റ പേജിലായിരിക്കും കാണുന്നത്. നമുക്ക് എന്നാലും ടെലഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചാനലുകളും ഗ്രൂപ്പുകളും ഒക്കെ ജോയിൻ ആവും. അങ്ങനെ ജോയിൻ ആയി കഴിയുമ്പോൾ കുറേ ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാ മെസ്സേജൊക്കെ വന്നിട്ട് ടെലഗ്രാം മ്യൂട്ട് ചെയ്തിടേണ്ടതായിട്ട് വരും. അതുപോലെ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് മൊത്തം എപ്പോഴും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കത്തില്ല ടെലഗ്രാമിന് ഉള്ളത്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ടെലഗ്രാമിൽ അക്കൗണ്ട് എടുത്താൽ അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ചാറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ ടെലഗ്രാമിനേക്കാളും കൂടുതൽ ചെയ്യുന്ന വാട്സപ്പിൽ തന്നെ ഉള്ളതിന് ഒരു പ്രത്യേക കാരണം, അല്ലെങ്കിൽ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടെലഗ്രാമിലെ ആ ഒരു ചാനലുകളും ഗ്രൂപ്പുകളും എല്ലാം കൂടെ മെസ്സേജ് കുമിഞ്ഞു കൂടിയിട്ട് ചാറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ലാത്ത സ്ഥിതിയായിരിക്കും ഈ ഒരു ടെലഗ്രാമിൻ്റെ ഹോം പേജിലുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ചാറ്റിങ്ങിന് വേണ്ടി വാട്സപ്പ് പ്രിഫർ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടെലഗ്രാം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൻ്റെ ഹോം പേജിലാണ് എല്ലാം കൂടെ കിടക്കുന്നത്. ഭയങ്കര ശല്യമാണ്. അതിൻ്റെ സൈഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് കാര്യങ്ങൾ, ബേസിക് സെറ്റിംഗ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെലഗ്രാം എക്സ് ആണ്. അതും ഇതുപോലെ തന്നെയാണ് ഏകദേശം, എന്നാലും കുറച്ച് മാറ്റങ്ങളുണ്ട്. വാട്സപ്പ് പോലെ തന്നെ മുകളിൽ ചാറ്റ്സ് അതുപോലെ തന്നെ കോൾസ്, ഈ 2 ഭാഗങ്ങൾ ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. ടെലഗ്രാമിലും ഈ ഒരു സാധനം സൈഡ് ബാറിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു സെറ്റപ്പിന് വേണ്ടി ഇവിടെ ചാറ്റ്സ് അതുപോലെ തന്നെ കോൾസ് എന്ന് പറഞ്ഞ് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംവിധാനം ടെലഗ്രാം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനമില്ല. അപ്പോൾ ചാറ്റ്സും അതുപോലെ തന്നെ കോൾസും ചാറ്റ്സിൻ്റെ ഐറ്റമായി തന്നെ സേവ്ഡ് മെസ്സേജസ് ഉണ്ടാകും. അതെല്ലാ ആപ്ലിക്കേഷനകത്തും ഉണ്ട്. അതാണ് ടെലഗ്രാമിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വാട്സപ്പിൽ ഇല്ലാത്ത ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സേവ്ഡ് മെസ്സേജസ് എന്ന് പറയുന്ന സംവിധാനം. ആ ഒരു സേവ്ഡ് മെസ്സേജസ് ഏറ്റവും ആദ്യമായിട്ട് പ്രത്യേക പാർട്ടിലുണ്ടാകും. ബാക്കിയുള്ള ചാറ്റുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും എല്ലാം ഒരൊറ്റ ലിസ്റ്റായിട്ട് താഴെ വരുന്നുണ്ടാകും. ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതിൻ്റെ സെറ്റിംഗ്സ് ആ സൈഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ട് സെറ്റിംഗ്സ് ബേസിക് കാര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം നമ്മുടെ പീപ്പിൾ നിയർ ബൈ അങ്ങനെയുള്ള ഒരുപാട് സെറ്റിംഗ്സ്, ടെലഗ്രാം പോലെ തന്നെയുള്ള സെറ്റിംഗ്സ് എല്ലാം അവിടെയും കാണാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് പ്ലസ് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. പ്ലസ് മെസ്സഞ്ചറിൽ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. പ്ലസ് മെസ്സഞ്ചർ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ അക്കൗണ്ടും വ്യത്യസ്തമായിരിക്കും. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോം പേജ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യൂസേഴ്സ്, നമ്മുടെ അതായത് ചാറ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു പേജ്, അതുപോലെ തന്നെ ഗ്രൂപ്പുകളെല്ലാം ഉള്ള ഒരു പേജ്, സൂപ്പർ ഗ്രൂപ്പുള്ള ഒരു പേജ്, ബോട്ടുകൾക്ക് വേണ്ടി ഒരു പേജ്, ചാനലുകൾക്ക് വേണ്ടി ഒരു പേജ്, നമ്മൾ അഡ്മിൻ ആയിരിക്കുന്ന ചാനലുകളും ഗ്രൂപ്പുകൾക്കും വേണ്ടി ഒരു പേജ്, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലും ചാനലുകളും ചാറ്റുകളും
എല്ലാം കൂടെ ഇടാൻ വേണ്ടി ഒരു ബാർ. അങ്ങനെ നമുക്ക് പല പല ബാറുകളായിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്ത് വെക്കാനായിരിക്കും. കൂടുതൽ ബാറുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു ടെലഗ്രാമിനേക്കാളും ടെലഗ്രാം എക്സിനേക്കാളും ഒരുപാട് ക്ലീൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ആ ഒരു മെയിൻ ആയിട്ടുള്ള എല്ലാ ചാറ്റുകളും കാര്യങ്ങളും കാണിക്കുന്ന മെയിൻ ടാബ് നമുക്ക് ഹൈഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചാറ്റിങ്ങിനുള്ള ടാബ്, ഫേവറേറ്റ്സിനുള്ള ടാബ്, അഡ്മിൻസിനുള്ള ടാബ്, ബോട്ടറുള്ള ടാബ്, ഗ്രൂപ്പുള്ള ടാബ്, അങ്ങനെ സോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എടുക്കാനും വളരെ സിമ്പിളായിട്ട് എടുക്കാനും സാധിക്കും. ചാറ്റ് ചെയ്യേണ്ടവർക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രൂപ്പ് അങ്ങനെയുള്ള എല്ലാം സെറ്റപ്പായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു പ്ലസ് മെസ്സഞ്ചറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീനാണ്, കൂളാണ്. അതിൻ്റെ സൈഡിലുള്ള ഇൻ്റർഫേസ് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ട്, ഫോട്ടോസ്, ഡീറ്റെയിൽസ് അതെല്ലാം എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ബാക്കിയുള്ള ന്യൂ ഗ്രൂപ്പ്, ന്യൂ ചാനൽ, പീപ്പിൾ നിയർ ബൈ അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും, കോൾസും അങ്ങനെയുള്ള കാര്യങ്ങളും സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെറ്റിങ്സും പ്ലസ് സെറ്റിങ്സും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം, അതുപോലെ തന്നെ മറ്റേ ഡാർക്ക് മോഡ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അടുത്ത ആപ്ലിക്കേഷനാണ് BGram എന്ന് പറയുന്നത്. BGram എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഈ ഒരു ടെലഗ്രാം പോലെ തന്നെയാണ്. എല്ലാം കൂടെ താഴേക്ക് ഒരൊറ്റ ലിസ്റ്റായിട്ടായിരിക്കും മൊത്തം കിടക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് ബാറിലും ഏകദേശം ടെലഗ്രാമിൻ്റെ സെറ്റിങ്സ് തന്നെ ആയിരിക്കും. എന്നാലും അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് BGram എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്തുണ്ട്. BGram എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അടുത്ത ആപ്ലിക്കേഷനാണ് ടെലഗ്രാഫ് എന്ന് പറയുന്നത്. ടെലഗ്രാഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലസ് മെസ്സഞ്ചർ പോലെ തന്നെയാണ്. എന്നാലും പ്ലസ് മെസ്സഞ്ചറിനേക്കാളും കാണുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയില്ല എന്ന് തന്നെ വേണം പറയാം. പ്ലസ് മെസ്സഞ്ചർ പോലെ തന്നെ നമുക്ക് ഓരോ ടാബുകളായിട്ട് സോർട്ട് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫോണ്ടും സംവിധാനങ്ങളൊക്കെ നല്ല രസമാണ്. അത് ക്ലീൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ടും സാധിക്കും. ക്ലീൻ ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്തെല്ലാം ഞാനിപ്പോൾ അഞ്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതെല്ലാം വളരെ സിമ്പിളാണ്. BGramലും ടെലഗ്രാഫിലും മാത്രം നമുക്ക് ബോട്ട് ടോക്കൺ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി എല്ലാത്തിലും ഫോൺ നമ്പർ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം ടെലഗ്രാമിൻ്റെ API തന്നെ ആയതുകൊണ്ട് എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനും OTP വന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ 5 ആപ്ലിക്കേഷൻ്റെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ ലോഗോയിലും കാര്യമായിട്ട് വ്യത്യാസങ്ങളും ഉണ്ട്. അടുത്ത വലിയ വ്യത്യാസമാണ് സെറ്റിങ്സിൽ ഉള്ളതെന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായി ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒറ്റ ടാബ് മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു സെറ്റിങ്സിനകത്ത് ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് സൗണ്ട്, അതിനകത്ത് നോട്ടിഫിക്കേഷൻസിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് അടുത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അത് കഴിഞ്ഞ് ഡേറ്റ ആൻഡ് സ്റ്റോറേജ്, അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് സെറ്റിങ്സ്, അതിനകത്ത് തീം കാര്യങ്ങൾ, ഫോണ്ട് സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഫോൾഡേഴ്സ്, ഡിവൈസസ്, ലാംഗ്വേജസ്, ഹെൽപ്പ്, ഇങ്ങനെയാണ് ടെലഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് പോകുന്നത്. അതാണ് ടെലഗ്രാമിനകത്ത് ഉള്ളത്. വേറെ കൂടുതലായിട്ട് സെറ്റിങ്സ് ഒന്നും ടെലഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് ഇല്ല. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടെലഗ്രാം എക്സ്, നമുക്ക് ഇതുപോലെ തന്നെയാണ് ടെലഗ്രാമിൻ്റെ സെറ്റിങ്സ് പോലെ തന്നെ ടെലഗ്രാം എന്ന് പറഞ്ഞ ഒറ്റ ബാർ സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ടെലഗ്രാമിൽ വേറെ സ്ഥലത്ത് കിട്ടും. ഇവിടെ ഈ സ്ഥലത്ത് മറ്റേ സെറ്റിങ്സിനകത്ത് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി ഒരു സ്ഥലമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടെലഗ്രാം എക്സിനകത്ത്. ഇനി അടുത്ത പ്ലസ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോർമൽ ആയിട്ടുള്ള ടെലഗ്രാം സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് സെറ്റിങ്സ് എന്ന് പറയുന്ന വേറൊരു ടാബും കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ ഒരു സെറ്റിങ്സ് നമുക്ക് അവിടെ കിട്ടും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും ഏതൊരു ഐക്കണും മാറ്റാനും സ്വൈപ്പ് ലെഫ്റ്റ്, സ്വൈപ്പ് റൈറ്റ്, അപ്പ്, ഡൗൺ, അതുപോലെ മൊത്തം ബട്ടൺസ് കസ്റ്റമൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ സെറ്റ് ചെയ്യാം. അതിൽ എത്ര എണ്ണം സെറ്റിങ്സ് ഉണ്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അത്രയ്ക്കും സെറ്റിങ്സ് ആ ഒരു പ്ലസ് മെസ്സഞ്ചറിൻ്റെ പ്ലസ് സെറ്റിങ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത നാലാമത്തെയാണ് BGram എന്ന് പറയുന്നത്. BGramനകത്തും സാധാരണ നമുക്ക് ഒരു ടെലഗ്രാമിൻ്റെ സെറ്റിങ്സ്, നോർമൽ ടെലഗ്രാം സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്ലസ് മെസ്സഞ്ചർ പോലെ തന്നെ സെറ്റിങ്സിനകത്ത് BGramൻ്റെതായിട്ടുള്ള BGram എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ്റെതായിട്ടുള്ള കുറേ സെറ്റിങ്സ് ആ ഒരു സെറ്റിങ്സിനകത്തുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ടെലഗ്രാഫ് എന്ന് പറയുന്നത് അതിനും ഈ ഒരു സെറ്റിങ്സ് അയക്കണം. അതുപോലെ തന്നെ ടെലഗ്രാഫ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് വേറൊരു സെറ്റിങ്സ് ഉണ്ട്. ഈ ഒരു ടെലഗ്രാം സെറ്റിങ്സിലും ടെലഗ്രാഫ് സെറ്റിങ്സിലും ഈ ഒരു പ്ലസ് മെസ്സഞ്ചർ പോലെ തന്നെ കുറേ സെറ്റിങ്സ് നമുക്ക് അതിനകത്തും അവൈലബിൾ ആണ്. അപ്പോൾ സെറ്റിങ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലുള്ള പ്ലസ് മെസ്സഞ്ചറിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ സാധിക്കുന്ന പ്ലസ് മെസ്സഞ്ചറിലാണ്. പിന്നെ ടെലഗ്രാഫ്, BGram, അതിൻ്റെ ഏറ്റവും ബേസിക്കാണ് ടെലഗ്രാം എന്ന് പറഞ്ഞ ആ ഒറിജിനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സെറ്റിങ്സിനെ കുറിച്ച് ഒരു 5 ആപ്ലിക്കേഷനുമുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്നതാണ്. അതായത് ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർവേഡിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും. ഏറ്റവും ആദ്യം ടെലഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങളൊരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടോ ഫോർവേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾക്ക്
ഈ ഒരു മെസ്സേജ് എവിടെ നിന്നാണ് ഫോർവേഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെസ്സേജ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും അടുത്ത അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെസ്സേജ് എവിടെ നിന്നാണ് ഫോർവേഡ് ചെയ്തതെന്ന് ആ ഒരു റിസീവ് ചെയ്ത ആൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ നിന്നും മൂവി ഫയൽസൊക്കെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡഡ് ഫ്രം ഇന്ന ചാനൽ എന്ന് അവിടെ മുകളിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ചാനലിലേക്ക് പോകാനായിട്ടും സാധിക്കും. അതാണ് ഫോർവേഡ് വിത്ത് കോട്ട്. ബാക്കിയുള്ള ആപ്ലിക്കേഷനകത്ത് ഉള്ള പോലെ ഈ ഒരു ഫീച്ചർ ടെലഗ്രാമിലില്ല. ഒറ്റ ഫോർവേഡ് മാത്രമേ ഉള്ളൂ. ഫോർവേഡഡ് ഫ്രം ഇന്ന ചാറ്റ് എന്ന് അവിടെ കാണാനായിട്ടും സാധിക്കും. അടുത്താണ് ടെലഗ്രാം എക്സും. അവിടെയും ഇതുപോലെ തന്നെയാണ്, ഫോർവേഡും വിത്ത് കോട്ടാണ്. നമുക്കാണെങ്കിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഫോർവേഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാലും ടെലഗ്രാമിനേക്കാളും കുറച്ചുകൂടെ കൂളായിട്ടാണ് അത് കാണിക്കുന്നത് മാത്രം. അടുത്ത പ്ലസ് മെസ്സഞ്ചർ നമുക്ക് എല്ലാ സെറ്റിങ്സും ഉണ്ട്. നമുക്ക് ആ ഒരു കോട്ട് ഇല്ലാതെയോ കോട്ട് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇടാനായിട്ട് സാധിക്കും. അതായത് ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോർവേഡ് വിത്ത് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ ടെലഗ്രാമിലോ കാണുന്ന പോലെ തന്നെ ഫോർവേഡഡ് ഫ്രം ഇവിടുന്ന് കാണിക്കും. വിത്തൗട്ട് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഫോർവേഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ഫയൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലസ് മെസ്സഞ്ചർ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അടുത്താണ് BGram എന്ന് പറയുന്നത്. BGramനകത്ത് ഒരു ഫീച്ചറും കൂടെ കൂടുതലുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോർവേഡ് വിത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാഗിൻ്റെ കൂടെ വിടാം, അതില്ലാതെ വിടാം. അതുപോലെ തന്നെ വിടുമ്പോൾ ക്യാപ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് എഡിറ്റ് ചെയ്ത് ക്യാപ്ഷൻ എത്ര വേണമെങ്കിലും എഡിറ്റ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 3 ഓപ്ഷൻസ് BGramൽ ഉണ്ട്. അടുത്താണ് ടെലഗ്രാഫിലുള്ളത്. ടെലഗ്രാഫിലാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലുണ്ട്. അതായത് നമുക്കാണെങ്കിൽ ഈ ഒരു ഫോർവേഡ് വിത്ത് വിടാം. അതായത് ഫോർവേഡ് ഫ്രം എന്ന് പറഞ്ഞാൽ സംഭവം ഉള്ളത് വെച്ച് വിടാം, ഇല്ലാത്തത് വെച്ച് വിടാം. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഫോർവേഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമുക്ക് ആ ഒരു ക്യാപ്ഷൻ എഡിറ്റ് ചെയ്യുന്ന സംവിധാനം തന്നെയാണ്. എന്നാലും ക്യാപ്ഷൻ എഡിറ്റ് ചെയ്ത് ചുമ്മാ എഡിറ്റ് അല്ല, അതിനകത്ത് ലിങ്കുകൾ റിമൂവ് ചെയ്യുക, ലിങ്കുകൾ ആഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു മെസ്സേജിനകത്തുള്ള ഫുൾ എഡിറ്റ് ആ ഒരു സംവിധാനത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്പെഷ്യൽ ഫോർവേഡ് എന്ന് പറയുന്ന ടെലഗ്രാഫിലുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫോർവേഡ് ഓപ്ഷൻസിൽ നമുക്കുള്ളത്. അതിൽ ഏറ്റവും മോശമായിട്ടുള്ളതെന്ന് പറയുന്നത് ടെലഗ്രാം എക്സുമാണ്. അതിൽ ഫോർവേഡ് വിത്തൗട്ട് കോട്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇല്ല. ആ ഒരു ഫീച്ചർ നിർബന്ധമായിട്ട് നമുക്ക് അത്യാവശ്യമുള്ളൊരു ഫീച്ചർ തന്നെയായിരുന്നു. അടുത്ത് നോക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്നോ ഒരു ചാനലിൽ നിന്നോ ഒരു മെസ്സേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓപ്ഷൻസാണ്. ടെലഗ്രാമിലാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ കാണത്തുള്ളൂ. ഡിലീറ്റ് ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ടെലഗ്രാമിൽ ഉണ്ടാകത്തില്ല. നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ക്യാഷിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ടെലഗ്രാമിൽ ഇല്ല. അതുപോലെ തന്നെ വ്യൂ റിപ്ലൈ, കോപ്പി ലിങ്ക്, ഫോർവേഡ്, ഡിലീറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ബേസിക് ഓപ്ഷൻസാണ് ടെലഗ്രാമിലുള്ളത്. ടെലഗ്രാം എക്സിലും ഇതുപോലെ തന്നെയുള്ള ഓപ്ഷൻസാണ്. അതിൻ്റെ കൂടെ മോർ എന്നുള്ള ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിയർ ഫ്രം ക്യാഷ് എന്ന് പറയുന്ന ഡിലീറ്റ് ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമുക്ക് അവിടെ ടെലഗ്രാം എക്സിൽ കിട്ടും. ബാക്കിയുള്ള നോർമൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പ്ലസ് മെസ്സഞ്ചറിൽ എല്ലാ തരം ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് ക്ലൗഡിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലൗഡ് എന്ന് പറയുമ്പോൾ സേവ്ഡ് മെസ്സേജസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിലീറ്റ് ഫ്രം ക്യാഷ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും പ്ലസ് മെസ്സഞ്ചറിൽ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത BGramൽ നമുക്ക് ഈ ഒരു ഡിലീറ്റ് ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സേവ് ടു ചാറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ഒരു ചാറ്റ് ഫോൾഡറൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു മെസ്സേജിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് എക്സ്ട്രാ ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നോർമലാണ്. ഡിലീറ്റ് ഫ്രം ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു ഫീച്ചർ ഇല്ല. അടുത്ത ടെലഗ്രാഫിലാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇല്ല. ബാക്കിയുള്ള സാധാരണ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഈ ഒരു ഫോർവേഡ് എല്ലാ ഓപ്ഷൻസും ഈ ഒരു ടെലഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്താണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഈ 5 ആപ്ലിക്കേഷനകത്ത് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ടെലഗ്രാമിൽ നോർമൽ ഫീച്ചേഴ്സാണ്, ബേസിക്കാണ്. പക്ഷേ ടെലഗ്രാമിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ്, അതായത് ടെലഗ്രാമിൻ്റെ മെയിൻ അപ്ഡേറ്റ്സ് ഏറ്റവും ആദ്യം കിട്ടുന്നത് ഒരു ടെലഗ്രാമിലായിരിക്കും. അതായത് നമ്മുടെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ടെലഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ടെലഗ്രാമിലായിരിക്കും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ആപ്ലിക്കേഷനകത്തേക്കെല്ലാം ആ ഒരു ഫീച്ചർ വരിക. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ഏറ്റവും ആദ്യം അപ്ഡേറ്റ് കിട്ടും. അതാണ് ടെലഗ്രാമിലുള്ളൊരു മെച്ചം. ടെലഗ്രാം എക്സ് നോർമലാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ കൂളായിട്ട് ടെലഗ്രാമിനേക്കാളും ആ ചാറ്റിംഗ് കോളൊക്കെ ഉള്ളതിന് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അടുത്താണ് BGram അല്ലെങ്കിൽ പ്ലസ് മെസ്സഞ്ചറിനകത്ത് ക്ലീൻ ആണ്. നമുക്ക് സെറ്റപ്പായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾഡേഴ്സ് സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലസ് മെസ്സഞ്ചറിനകത്ത് നമുക്ക് നമ്മുടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫയൽ സൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് എത്ര ഡൗൺലോഡ് ആയി എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ബാക്കിയുള്ള എല്ലാത്തിനും തന്നെ ടെലഗ്രാമിൽ ഇല്ല എന്ന് തോന്നുന്നു. പ്ലസ് മെസ്സിനകത്ത് അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. ബാക്കി BGramലും ടെലഗ്രാഫിലും എക്സലെല്ലാം അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാം.
പിന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് പ്ലസ് മെസ്സഞ്ചറിനകത്തുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ ഫീച്ചർ ആയാലും ആ ഒരു ആപ്പിൻ്റേതായ ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു പ്ലസ് മെസ്സഞ്ചറിലുണ്ട്. അടുത്താണ് BGram എന്ന് പറയുന്നത്. BGramലാണെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒരു സമയത്ത് ഫോർവേഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ആപ്പിലൊക്കെ നമുക്ക് മാക്സിമം 100 മെസ്സേജസാണ് ഫോർവേഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുക. അത് 100 മെസ്സേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു സമയത്ത്. അതിനുശേഷം 100 മെസ്സേജസ് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ BGramലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മെസ്സേജസ് ഒരു സമയത്ത് സെലക്ട് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ BGramലുണ്ട്. പിന്നെ ഉള്ളതാണ് ടെലഗ്രാഫ് എന്ന് പറയുന്നത്. ടെലഗ്രാഫിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ടെലഗ്രാഫിൻ്റേതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നിർത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ ബിഗ് താങ്ക്സ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിലും ഒരുപാട് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും മെയിൻ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും